നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാർഷിക വിളകളാണ്. കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കാർഷിക വിളകൾ എത്രയായി തിരിക്കുന്നുണ്ട്? കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണേ. കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഖാരിഫ്, റാബി, സെയ്ദ്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. കൃഷി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കാർഷിക വിളകളെ 3ആയി തരംതിരിക്കുന്നു. അപ്പോൾ ഖാരിഫ് ആദ്യം പഠിക്കാം. ഖാരിഫ് എന്ന് പറയുന്നത് വിള ഇറക്കുന്നത് എന്നാണ് ജൂൺ മാസത്തിലാണ്. വിളവെടുപ്പ് നടക്കുന്നത് നവംബർ മാസത്തിലാണ്. വിളവെടുപ്പ് നവംബർ മാസത്തിൽ. അപ്പോൾ ജൂൺ എന്ന് പറയുന്നത് മൺസൂണിൻ്റെ ആരംഭം. പിന്നെ നവംബർ എന്ന് പറയുമ്പോൾ മൺസൂണിൻ്റെ അവസാനം. ഖാരിഫ് ഓർത്ത് വയ്ക്കണേ. ഖാരിഫ് എന്ന് പറയുമ്പോൾ ജൂൺ. നമുക്കറിയാമല്ലോ, നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ഓർത്താൽ മതി അല്ലേ, മഴ. അപ്പോൾ ജൂൺ മുതൽ എന്ന് വരെ നവംബർ വരെ, ജൂൺ എന്ന് പറയുന്ന മൺസൂണിൻ്റെ ആരംഭം മുതൽ മൺസൂണിൻ്റെ അവസാനമായ നവംബർ വരെയാണ് ഈ ഖാരിഫിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി പ്രധാന വിളകൾ ഏതൊക്കെയാണ് എന്ന് നോക്കി. ഏതൊക്കെയാണ് ഖാരിഫിൽ വരുന്നത്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, എള്ള്, സോയാബീൻ. ഇതൊക്കെയാണ് പ്രധാന ഖാരിഫ് വിളയിൽ വരുന്നത്. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, എള്ള്, സോയാബീൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളോട് എപ്പോഴും മാച്ച് ദ ഫോളോയിങ് രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ മാറിപ്പോരുത്. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, എള്ള്, സോയാബീൻ. ഇനി അടുത്തത് ഏതാണ്? റാബി. റാബി എന്ന് പറയുമ്പോൾ നവംബർ മുതൽ മാർച്ച് വരെ. റാബി നവംബർ മുതൽ മാർച്ച് വരെയാണ്. മാർച്ച് വരെ, അതായത് ശൈത്യകാല ആരംഭം മുതൽ വേനലിൻ്റെ ആരംഭം വരെയുള്ളതാണ് റാബി എന്ന് പറയുന്നത്. ഇനി അതിൽ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ, ഉലുവ, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളി. ഇതൊക്കെയാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ, ഉലുവ, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളി. കടുക് ഉലുവ ഒരുമിച്ച് പഠിക്കാമല്ലോ. പിന്നെ എന്താണ്? പയർ, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളി. ഇനി അടുത്തത് സെയ്ദ് എന്ന് പറയുമ്പോൾ എന്ന് മുതലാണ്? മാർച്ച് മുതൽ ജൂൺ വരെ. നമ്മൾ വീണ്ടും ജൂണിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ മാർച്ച് മുതൽ ജൂൺ വരെ, അതായത് വേനലിൻ്റെ ആരംഭം മുതൽ മൺസൂണിൻ്റെ ആരംഭം വരെയാണ് സെയ്ദ് എന്ന് പറയുന്നത്. സെയ്ദിലുള്ളത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. പച്ചക്കറികളാണ് സെയ്ദിൻ്റെ പ്രധാന വിളകൾ. ഓക്കെ, അപ്പോൾ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3ആയി തരംതിരിക്കുന്നു. ഇനി ഇന്ത്യയിൽ കാർഷിക വിളകളെ എത്രയായിട്ട് തരംതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 2ആയി തരംതിരിക്കുന്നു എന്ന് പറയാം. അതേതൊക്കെയാണ്? ഇന്ത്യയിലെ കാർഷിക വിളകളെ 2ആയി തരംതിരിക്കുന്നു. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടോ, അതായത് ആ വിളവ് എടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി കാർഷിക വിളകളെ നമുക്ക് ഭക്ഷ്യവിളകളെന്നും പിന്നെയോ നാണ്യവിളകളെന്നും 2ആയി തരംതിരിക്കാം. ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും 2ആയി തരംതിരിക്കാം. ഇതിൽ ഭക്ഷ്യധാന്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2ആയി തരംതിരിക്കുന്നുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ ഘടന അനുസരിച്ച് നമ്മൾ അതിനെ 2ആയി തരംതിരിക്കുന്നുണ്ട്. അതിലേതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെയാണ് വരുന്നത്? ധാന്യങ്ങൾ, പിന്നെ പയറുവർഗ്ഗങ്ങൾ. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളുമാണ് വരുന്നത്. ഒന്നുകൂടി പറയാം. ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് എന്തായിരുന്നു? കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കാർഷിക വിളകളെ 3ആയി തരംതിരിക്കുന്നു. ഓക്കെ, അത് ഖാരിഫ്, റാബി, സെയ്ദ് ആയിരുന്നു. ഇപ്പോൾ കണ്ടത് എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ കാർഷിക വിളകളെ 2ആയി തരംതിരിക്കുന്നുണ്ട്. എങ്ങനെ? ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. അതിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഘടന അനുസരിച്ച് അവയെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയി തിരിക്കുന്നുണ്ട്. ഇനി മൃദുധാന്യങ്ങളും പരുക്കൻ ധാന്യങ്ങളും അത് നമുക്ക് നോക്കണ്ടേ? ഏതൊക്കെയാണ് മൃദുധാന്യങ്ങളിൽ വരുന്നത്? മൃദുധാന്യങ്ങളിൽ വരുന്നത് നെല്ലും ഗോതമ്പുമാണ് മൃദുധാന്യങ്ങൾ. നെല്ല്, ഗോതമ്പ്. ഇനി പരുക്കൻ ധാന്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? അരിച്ചോളം. പരുക്കൻ ധാന്യങ്ങളിൽ വരുന്നത് അരിച്ചോളം,
ബജ്ര, ചോളം, റാഗി. ഇതാണ് പരുക്കൻ ധാന്യങ്ങളിൽ വരിക്കുന്നത്. അപ്പം മൃദുധാന്യങ്ങൾ, പരുക്കൻ ധാന്യങ്ങൾ. മൃദുധാന്യങ്ങൾ നെല്ല്, ഗോതമ്പ്. ഓക്കെ ആയില്ലേ ഇത്രയും? ഇന്ത്യയിലെ കാർഷിക വിളകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, ഭക്ഷ്യധാന്യങ്ങളെന്നും നാണ്യവിളകളെന്നും. ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. എന്താണ് ഈ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്? എന്താ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്? ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിളകളെയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. ഇപ്പം നെല്ല്, ഗോതമ്പ്, ചോളം, പിന്നെന്താണ് പയറുവർഗ്ഗം, ബാർലി, അതൊക്കെ ഏതിൽ വരുന്നതാണ്? ഭക്ഷ്യവിളകളിൽ വരുന്നതാണ്. അതായത് ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. അങ്ങനെയാണെങ്കിൽ നാണ്യവിളകൾ എന്താണ്? വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഇപ്പം പരുത്തി, ചണം, കാപ്പി, ഏലം, കുരുമുളക്, റബ്ബർ, അതൊക്കെ ഇതിൽ വരുന്നു? നാണ്യവിളകളിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഭക്ഷ്യധാന്യങ്ങളിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം പഠിക്കാം. ആദ്യം നമുക്ക് നെല്ല് നോക്കാം. നെല്ല് അല്ലേ? നെല്ലെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണേത്? നെല്ല് അല്ലേ? ലോകത്തിലെ നെല്ലുൽപാദനത്തിൽ ലോകത്തിൽ നെല്ലുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നെല്ലുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. ഇനി അരിയുടെ ഉപഭോഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഉപഭോഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഉപഭോഗത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. ഉപഭോഗത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇനി നെൽകൃഷിക്ക് വേണ്ട താപനില എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് വേണ്ടത്. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് വേണ്ടത്. നെൽകൃഷിക്ക് വേണ്ട താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. അല്ലെങ്കിൽ 21 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ 24 ഓർത്ത് വയ്ക്കുക. 21 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ്. ഇനി നെൽകൃഷിക്ക് വേണ്ട മഴ എങ്ങനെയാണ്? 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയാണ് വേണ്ടത്. നെൽകൃഷിക്ക് വേണ്ട മഴ 150 സെൻറ്റിമീറ്ററിൽ കൂടുതലാണ്. നെല്ലെന്ന് പറയുന്നത് ഏത് വിളയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഖാരിഫ് വിളയാന്ന് പറഞ്ഞല്ലേ? ജൂൺ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ ടു നവംബർ ആണ്. ഇനി എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം? ഒറൈസ സറ്റൈവ. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റൈവ. ഇനി നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. ഏത് മണ്ണാണ്? എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. ഇത്രയൊക്കെ ആയോ? നെല്ലെന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം. 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. പിന്നെ ശാസ്ത്രീയ നാമം എന്താണ്? ഒറൈസ സറ്റൈവ എന്നാണ്. പിന്നെ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. അലൂവിയൽ സോയിലാണ് കേട്ടോ. എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ. ഓക്കെ, ഇത്ര ഓക്കെ ആയില്ലേ? ഇനി നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാളാണ്. അന്താരാഷ്ട്ര നെല്ല് വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് 2004-ലാണ്. 2004 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായിട്ട് ആചരിച്ചത് എന്നാണ്? 2004. ഈ 2004 തന്നെ നമുക്ക് 24, ആ പൂജ്യങ്ങളിൽ 24 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാമല്ലോ. 2004, 24. ഓക്കെ, ഇനി ഇന്ത്യയിലെ സമുദ്രനിരപ്പിന് താഴെയായിട്ട് നെൽകൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. എവിടെയാണ്? കേരളത്തിൽ കുട്ടനാട്. ആലപ്പുഴയിലെ കുട്ടനാടാണ് സമുദ്രനിരപ്പിനും താഴെ നെൽകൃഷി ചെയ്യുന്നത് കുട്ടനാട്. ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ സംസ്ഥാനം അത് പശ്ചിമ ബംഗാളാണ്. ഇനി കുട്ടനാട്ടിൽ
നെൽകൃഷി പുനരുദ്ധരിക്കാൻ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? കുട്ടനാട് പാക്കേജ് എന്നാണ്. കുട്ടനാട് പാക്കേജ് കിട്ടൂലോ, കുട്ടനാട്ടിലുള്ളത് കുട്ടനാട് പാക്കേജ്. അത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ്റെ നേതൃത്വത്തിലാണ് രൂപം കൊടുത്തത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം, അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ആദ്യത്തെ മനുഷ്യനിർമ്മിത ധാന്യം ഏതാണെന്ന് ചോദിച്ചാൽ ട്രിറ്റിക്കേലാണ്. ട്രിറ്റിക്കേൽ. ആദ്യത്തെ മനുഷ്യനിർമ്മിത ധാന്യം ഏതാണ്? ട്രിറ്റിക്കേലാണ് കേട്ടോ, ട്രിറ്റിക്കേൽ. ഓക്കെ, ഇനി അടുത്തത്, അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനില, ഫിലിപ്പൈൻസ് ആണ്. മാനില എവിടെയാണ്? ഫിലിപ്പൈൻസ് കേട്ടോ, ഫിലിപ്പൈൻസ്. മാനില, ഫിലിപ്പൈൻസ് ആണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്രം കട്ടക്ക്. കട്ടക്ക് എവിടെയാണ്? ഒഡീഷ കേട്ടോ, കട്ടക്ക് ഒഡീഷ. ഒഡീഷയിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കട്ടക്ക് ഒഡീഷ. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാനില, ഫിലിപ്പൈൻസ്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. പഞ്ചാബ്. നെല്ലറ ആന്ധ്രാപ്രദേശ്, ധാന്യപുര പഞ്ചാബ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. തഞ്ചാവൂർ. തെക്കേ ഇന്ത്യ തഞ്ചാവൂർ. ഓക്കെ, ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബ്, തെക്കേ ഇന്ത്യയുടെ ധാന്യപുര തഞ്ചാവൂർ. പഞ്ചാബ്, തഞ്ചാവൂർ, അത് രണ്ടും ധാന്യപുര. നെല്ലറയാണെങ്കിൽ ഏതാ വരുന്നത്? ആന്ധ്രാപ്രദേശ്. നമ്മൾ കേട്ട് പഠിച്ചതാണ് ഇതൊക്കെ, എന്നാലും തുടക്കക്കാരുണ്ടെങ്കിൽ ഓർത്തു വയ്ക്കുക കേട്ടോ. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പഞ്ചാബ്, തെക്കേ ഇന്ത്യയുടെ ധാന്യപുരയാണെങ്കിൽ അത് തഞ്ചാവൂർ. ഇനി ഹരിത വിപ്ലവത്തെ തുടർന്നിട്ട് ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ജലസേചന സൗകര്യമുള്ള പ്രദേശങ്ങളിൽ നെൽകൃഷി ആരംഭിച്ചത് എന്താണ്? 1970-കളിലാണ് കേട്ടോ, അതൊന്ന് ഓർത്തു വയ്ക്കണം. ഹരിത വിപ്ലവത്തെ തുടർന്ന് പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ ജലസേചന സൗകര്യമുള്ള പ്രദേശങ്ങളിൽ നെൽകൃഷി ആരംഭിച്ചത് 1970-കളിലാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾ നോക്കിയേ. ഏതൊക്കെയാണ്? ത്രിവേണി, രേവതി, രഞ്ജിനി, പവിത്ര, പഞ്ചമി, സ്വർണപ്രഭ, ആശ, നിളം. ഇതൊക്കെയാണ് ത്രിവേണി, രേവതി, രഞ്ജിനി, പവിത്ര, പഞ്ചമി, സ്വർണപ്രഭ, ആശ, നിളം. അതിൽ പശ്ചിമ ബംഗാളിലെ പ്രധാന നെല്ലിനങ്ങളുണ്ട് 3 ഓസ്, അമൻ, ബോറോ. ഓസ്, അമൻ, ബോറോ. ഇത് പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാളിലെ പ്രധാന നെല്ലിനങ്ങളാണ്. അപ്പം നെല്ലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ രീതിയിലും കൂടി നോക്കാം. ഇനി അടുത്ത് നമ്മൾ ഏതിലേക്കാണ് പോകുന്നത്? ഗോതമ്പിലേക്കാണ് പോകുന്നത്. നെല്ലെന്ന് പറയുന്നത് എന്ത് വിളയായിരുന്നു? ഖാരിഫ് വിളയായിരുന്നു. ഇനി ഗോതമ്പ്. ഗോതമ്പ് കൃഷി ചെയ്യാൻ അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. എന്നാൽ നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ്. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് കേട്ടോ, നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. ഇനി ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ താപനില 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ. താപനില 10 മുതൽ 26 വരെ. താപനില 10 മുതൽ 26 വരെ. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മഴ എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 75 അല്ലെങ്കിൽ 50 മുതൽ 100 സെൻറ്റിമീറ്റർ. ഓക്കെ, അതിലേതെങ്കിലും 75 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 50 മുതൽ 100 സെൻറ്റിമീറ്റർ ഓർത്ത് വയ്ക്കുക. അപ്പം നെല്ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? നെല്ലിന് എത്രയായിരുന്നു? 150 സെൻറ്റിമീറ്റർ ആയിരുന്നു. നെല്ലിൻ്റെ താപനില എത്രയായിരുന്നു? 24 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. ഇവിടെ താപനില 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയും. പിന്നെ മഴ എത്രയാണ്? 75 സെൻറ്റിമീറ്റർ, 150ൻ്റെ പകുതി ഗോതമ്പിന്. ഓക്കെ, എന്താണ് ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം?
ട്രിറ്റിക്കം ഈസ്റ്റിവം. ട്രിറ്റിക്കം ഈസ്റ്റിവം. ട്രിറ്റിക്കം ഈസ്റ്റിവം. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റിവം. ട്രിറ്റിക്കം ഈസ്റ്റിവം. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഗോതമ്പ് ഉത്തർപ്രദേശാണ് കേട്ടോ. ഗോതമ്പിൻ്റെ ഏതാണ്? ഉത്തർപ്രദേശ്. മറ്റേ അരിയുടെ ഏതായിരുന്നു? വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. അങ്ങനെയാണെങ്കിൽ ഗോതമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഓക്കെ, ഇനി ഗോതമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റാബി വിളയാണ് എന്നുള്ളത് അറിയാം അല്ലേ. മിതോഷ്ണ മേഖലാ വിള എന്നും ഇതറിയപ്പെടുന്നത്, അതായത് ശൈത്യകാലത്തുള്ളത്. അതുകൊണ്ട് മിതോഷ്ണ മേഖലാ വിള എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോതമ്പാണ്. മിതോഷ്ണ മേഖലാ വിള എന്നറിയപ്പെടുന്നതും ഗോതമ്പാണ്. നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? നെല്ല് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഗോതമ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ് കേട്ടോ. ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ചോളമാണ്. ചോളം എന്ന് പറയുന്നത് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്നതാണ് ഇത് ചോളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇനി മഴയാണെങ്കിൽ നമ്മൾ ആദ്യം ഗോതമ്പി പഠിച്ച പോലെ തന്നെ 75 സെൻറ്റിമീറ്റർ മഴയാണ്. അനുയോജ്യമായ മണ്ണും നീർവാഴ്ചയുള്ളതാണ്. നീർവാഴ്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് നീർവാഴ്ചയുള്ള മണ്ണ്. അനുയോജ്യമായ മണ്ണ് ഏതാണ്? നീർവാഴ്ചയുള്ള മണ്ണാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മളിപ്പോൾ പറഞ്ഞു ഏതാണ്? കർണാടക. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഇപ്പോൾ ചോളം എന്ന് പറയുന്നത് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്നതാണ്. കൃഷി ചെയ്യുന്നതാണ് ചോളം എന്ന് പറയുന്നത്. കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 75 സെൻറ്റിമീറ്റർ മഴയും നീർവാഴ്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണ്. ഇനി ഇന്ത്യയിൽ പ്രധാനമായും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ വരുന്നത് കർണാടക പറഞ്ഞു. പിന്നെ അല്ലാത്തത് ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, പിന്നെ ബീഹാർ, തെലങ്കാന. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന, പിന്നെ കർണാടകയിലാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഭക്ഷണത്തിനായിട്ടും പിന്നെ കാലിത്തീറ്റയ്ക്കായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചോളം കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളൊരു അരിച്ചോളം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അരിച്ചോളം. എന്താ അരിച്ചോളം എന്ന് പറയുന്നത്? സോർഗം. അതായത് അരിച്ചോളത്തിൻ്റെ മറ്റൊരു പേര് ഏതാണെന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. സോർഗം. അരിച്ചോളം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സോർഗമാണ്. ഇത് മധ്യ ഇന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും അർദ്ധ ഊഷര പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഉത്തരേന്ത്യയിൽ ഇതൊരു ഖാരിഫ് വിളയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ഖാരിഫ് റാബി കാലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിച്ചോളം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകളിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകൾ ഇപ്പോൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു? നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയത്. പിന്നെ പിന്നെ എന്താണുള്ളത്? പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്ത്, അത് ഓർത്തു വയ്ക്കണേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകൾ നോക്കാം. ആദ്യം ഏതാണ്?
പരുത്തി എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ് അല്ലേ, നെല്ല് പരുത്തിയൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ പരുത്തി എന്ന് പറയുന്ന ഒരു ഖാരിഫ് വിളയാണ്. ഉഷ്ണമേഖലാ വിളയും കൂടിയാണ് പരുത്തി എന്ന് പറയുന്നത്. ഉഷ്ണമേഖലാ വിള, പരുത്തി ഖാരിഫ് വിളയാണ്, ഉഷ്ണമേഖലാ വിളയാണ് പരുത്തി എന്നറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന പരുത്തി ഇനങ്ങളിൽ നാരിന് നീളം കുറഞ്ഞ പരുത്തിയാണെങ്കിൽ അത് ഇന്ത്യൻ പരുത്തി, നാരിന് നീളം കുറഞ്ഞത് ഇന്ത്യൻ പരുത്തിയും നാരിന് നീളം കൂടിയ പരുത്തി അമേരിക്കൻ കേട്ടോ. നാരിന് നീളം കൂടിയതാണെങ്കിൽ അമേരിക്കൻ, അതിനെ നർമ്മ എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. പരുത്തിയുടെ ജന്മദേശം ഏതാണ്? പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ. പരുത്തിയുടെ ജന്മദേശം ഏതാണ്? ഇന്ത്യയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അല്ലേ, കറുത്ത മണ്ണ്, റിഗർ മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ്. അപ്പോൾ പരുത്തിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഇന്ത്യയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ജന്മദേശം ഇന്ത്യ ആണെങ്കിൽ ഇതുള്ള രാജ്യം ഏതായിരിക്കും? ഇന്ത്യ തന്നെയാണ് കേട്ടോ. ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. ഇനി താപനില 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ. പരുത്തിക്ക് ആവശ്യമായ താപനില 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാ? പരുത്തി തുണി വ്യവസായമാണ്, പരുത്തിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി തുണി വ്യവസായമാണ്. പ്രധാനമായും പരുത്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. പ്രധാനമായും പരുത്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. ഇനി കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഒരു ജില്ലയുണ്ട്, ഏതാണ്? പാലക്കാട് കേട്ടോ. പാലക്കാട്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്നത് പാലക്കാട്, ചിറ്റൂര്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്നത് പാലക്കാട്, ചിറ്റൂര്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയിൽ ഒന്നാണ് ഇത് പരുത്തി എന്ന് പറയുന്നത്. പരുത്തിയും ചണമാണ് പ്രധാന നാരുവിളകളിൽ വരുന്നത് കേട്ടോ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളകൾ. പരുത്തി എന്ന് പറയുന്നത് പിന്നെ എന്താണെന്ന് പറഞ്ഞത്? എങ്ങനെ അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഫൈബർ. പിന്നെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ് അല്ലേ, മുംബൈ, മഹാരാഷ്ട്ര. ക്വസ്റ്റ്യൻ വന്നേക്കുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. അടുത്തത് ചണം. ഇന്ത്യയിൽ ചണം ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു. ഏതിലാണ്? നെല്ലിൽ പഠിച്ചല്ലേ. അപ്പം ഇന്ത്യയിൽ ചണം ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാളാണ്. ഇനി ലോകത്തിലാണെങ്കിലോ ഇന്ത്യ കേട്ടോ. ലോകത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ചണം എന്ന് പറയുന്നത് എന്താണ്? നാണ്യവിളയാണ്. ഇപ്പോൾ ബാഗ്, ചാക്ക്, പിന്നെ ഇച്ചിരി പരുക്കൻ തുണിത്തരങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനാവശ്യമുള്ള മണ്ണ് അല്ലെങ്കിൽ അനുയോജ്യമായ മണ്ണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ്. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് കേട്ടോ അനുയോജ്യമായ മണ്ണ്. ഇനി താപനില എന്ന് പറയുന്നത് ഉയർന്ന താപനിലയും പിന്നെയോ 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയുമാണ് വേണ്ടത്. ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത് ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ഈ ചണം വളരുന്നത് കേട്ടോ. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ഇത് വളരുന്നത്. അതുമാത്രമല്ല പശ്ചിമ ബംഗാളിലെ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല. പശ്ചിമ ബംഗാളിലെ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല. ഓക്കെ. ഇനി അടുത്തത് കരിമ്പ്. കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യ. കരിമ്പിൻ്റെ ജന്മദേശം
ഇന്ത്യ. കരിമ്പെന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ഏതാ? ബ്രസീലാണ് കേട്ടോ. അവിടെ മാറിപ്പോരുതേ. ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ബ്രസീൽ, എന്നാൽ ജന്മദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇനി ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ഏതാ? ഉത്തർപ്രദേശ് കേട്ടോ. ഇന്ത്യയിൽ ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശ്. ഇപ്പോൾ ജന്മദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ പരുത്തി ലോകത്തിൽ പരുത്തിയിൽ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. എന്നാൽ കരിമ്പിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ളത് ഏതാണ്? 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും? ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബയാണ് കേട്ടോ. ക്യൂബ. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബയാണ്. ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് ഇതിന് അനുയോജ്യം. ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് ഇതിന് അനുയോജ്യം. ഇനി കറുത്ത മണ്ണ്, എക്കൽ മണ്ണൊക്കെ, മണ്ണിനത്തിൽ കറുത്ത മണ്ണും എക്കൽ മണ്ണും അനുയോജ്യമായി പറയുന്നുണ്ട്. കറുത്ത മണ്ണും എക്കൽ മണ്ണും അനുയോജ്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി യൂണിവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. ഗോൾഡൻ. ഈ ചണത്തിന് പകരം പണം എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ഗോൾഡ് അല്ലേ, പണം വെച്ച് നമുക്ക് ഗോൾഡ് വാങ്ങാമല്ലോ. അപ്പോൾ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണേ. ഗോൾഡൻ എന്ന് പറയുമ്പോൾ പണം എന്ന് ഓർക്കുക. പണത്തിൽ നിന്ന് ചണം കിട്ടുമല്ലോ. അപ്പോൾ ഗോൾഡും പണവും കമ്പൈൻ ചെയ്യാം. പിന്നെ യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? പരുത്തിയാണ്. ഇനി എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാ? ഇടുക്കിയാണ് കേട്ടോ. കേരളത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. അതുകൊണ്ടാണ് അപ്പം തന്നെ നീരെടുക്കാൻ വേണ്ടി ഫാക്ടറികളിൽ എത്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ സുഗന്ധ വിളകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പുകയില. ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ, പുകയില ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. പുകയില ആന്ധ്രാപ്രദേശ്. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പുകയില പോർച്ചുഗീസുകാരാണ് അല്ലേ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശിലാണ്. ഇനി ലോകത്തിൽ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ചൈനയാണ് കേട്ടോ. ലോകത്തിൽ ചൈനയാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുവിൻ്റെ പേരെന്താ? നിക്കോട്ടിൻ. നമുക്കറിയാം, നിക്കോട്ടിനാണ്. ഓക്കെ, ഇനി നമുക്ക് സുഗന്ധ വിളകൾ നോക്കാം. ആദ്യം തേയില. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ഇന്ത്യയുടെ ദേശീയ പാനീയമാണല്ലേ ഈ ചായ എന്ന് പറയുന്നത്. ഇനി തേയിലയുടെ ജന്മദേശം ഏതാണ്? ചൈന. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം ആസാം. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാമാണ്. അതായത് ഇന്ത്യയിൽ തേയില ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആസാമാണ്. 1-ാം സ്ഥാനത്ത് ആസാമും. ഇനി 2-ാം സ്ഥാനത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെസ്റ്റ് ബംഗാളാണ്. 2-ാം സ്ഥാനത്ത് ഏതാണ്? വെസ്റ്റ് ബംഗാൾ. 1-ാം സ്ഥാനത്ത് ആസാം, 2-ാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാൾ. മഴ എന്ന് പറയുന്നത് 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെയും താപനില 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ്. ഓക്കെ, ഇത് പിന്നെ ഈ തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്
കുന്നിൻ ചെരുവുകളാണ്. അതായത് ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തേയില കൃഷിക്ക് ആവശ്യം കേട്ടോ. ഇപ്പോൾ 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമാണ് തേയില കൃഷിക്ക് ആവശ്യം. ഇപ്പോൾ ആസാം, വെസ്റ്റ് ബംഗാൾ, പിന്നെ എവിടെയാണ് തമിഴ്നാട്, കേരളത്തിലൊക്കെ തേയില കൃഷി നടത്തുന്നുണ്ട്. ഇനി ലോകത്തിൽ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം, ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം എവിടെയാണ്? ഗുവാഹത്തിയാണ് കേട്ടോ. വിപണന കേന്ദ്രം ഗുവാഹത്തി. അത് ലോകത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗുവാഹത്തി. ഇനി തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കഫീനും ടാനിൻ. കഫീൻ, ടാനിൻ. മണ്ണ് നമ്മൾ പറഞ്ഞു, മണ്ണ് ഏതായിരുന്നു? ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് കേട്ടോ. ജലം വാർന്നു പോകുന്നത്, അതായത് കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷി ചെയ്യുന്നത്. ചെരുവുകളിൽ. ഓക്കെ, അപ്പോൾ വാർന്നു പോകുമല്ലോ. അടുത്തത് കാപ്പി. ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടക. ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ളത് കർണാടകയാണ്. കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് എത്തിയോപ്യയാണ്. കാപ്പിയുടെ ജന്മദേശം എത്തിയോപ്യ. കാപ്പിയുടെ ജന്മദേശം ഇതാണ്, എത്തിയോപ്യ. ഇനി കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്കമാംഗ്ലൂരാണ് കേട്ടോ. ചിക്കമംഗ്ലൂരാണ് കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൊണ്ടുവന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ചിക്കമംഗ്ലൂരാണ്. കർണാടകയിലെ ചിക്കമംഗ്ലൂർ. അതുകൊണ്ടാണ് കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്കമംഗ്ലൂർ. ഇനി ലോകത്തിൽ കാപ്പി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. പ്രധാനപ്പെട്ട കാപ്പി ഇനങ്ങൾ ഏതൊക്കെയാണ്? അറബിക്ക എപ്പോഴും ചോദിക്കുന്നതാണ്. അറബിക്ക എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനമാണ്. അപ്പോൾ അറബിക്ക. പിന്നെ റോബസ്റ്റ, ലിബറിക്ക. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക പ്രധാന കാപ്പി ഇനങ്ങൾ. ഇതിൽ ഇന്ത്യയിൽ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അറബിക്ക. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. അപ്പം മിതമായ താപനിലയും ഉയർന്ന വർഷപാതമാണ് ഇതിന് വേണ്ടത്? കാപ്പി കൃഷിക്ക് വേണ്ടത്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടക. അടുത്തത് റബ്ബർ. റബ്ബറിന്റെ ജന്മദേശം ബ്രസീൽ. റബ്ബറിന്റെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. ഇനി മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ? ലാറ്ററൈറ്റ് മണ്ണാണ് നമുക്കറിയാം. കേരളത്തിന്റെ ഓർത്താൽ മതി. ലാറ്ററൈറ്റ് മണ്ണാണ്. ഇതിന്റെ താപനില എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് വേണ്ടത്. 25 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. ഇനി ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരൻ ആരാണ്? ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ഹെൻറി എ വിക്ഹാം ആണ്. വർഷം 1875. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരനാണ് ഹെൻറി എ വിക്ഹാം. 1875. ഇനി ഇന്ത്യയിൽ ആദ്യ റബ്ബർ പ്ലാന്റേഷൻ എവിടെയാണ്? അത് 1895 കേരളത്തിലെ മലഞ്ചെരുവുകളിലാണ്. 1895 കേട്ടോ. ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് 1875 റബ്ബർ പ്ലാന്റേഷൻ അത് 1895 1895. ആദ്യ റബ്ബർ പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എവിടെയാണ്? ഐരാപുരം. എറണാകുളം ജില്ലയിലെ ഐരാപുരമാണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക്.